അവനും ഇത് അറിയത്തില്ലായിരിക്കും. അതാണ് അപ്പോ നമ്മള് ഞാൻ പറയട്ടെ, നമ്മള് കേട്ടോ, ഇപ്പോ ശ്വേത ടിനി ഞാൻ ഈ ടിനിക്ക് വേണ്ടി അൻസിബയോടും ടിനിയുടെ വക്കീലിനോടും ടിനിയോടും സംസാരിച്ച സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം നന്നായേനെ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാണ്. അൻസിബയും ടിനിയും തമ്മിലുള്ള വഴക്കിൽ ബാക്കി എല്ലാ കേസും അൻസിബ ഫൈറ്റ് ഇല്ല കേസ്. എന്നിട്ട് ഈ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു എന്നൊരൊറ്റ കാര്യം കൊണ്ട് അൻസിബ ഫയൽ ചെയ്തില്ല. അവസാനം നാളെ കോടതിയിൽ ഹാജരാകണമെന്നുള്ള ദിവസമായി വക്കീല്. കേൾക്കുന്നുണ്ടോ? അങ്ങനെ വക്കീലിന്റെ ദിവസം ഞാൻ അൻസിബയുടെ വക്കീലിനെ വിളിച്ചു. പറഞ്ഞോന്നറിയില്ല. അൻസിബയുടെ വക്കീലിനെ വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു ഓവർ ഹിയറിംഗ് കേസാണല്ലോ, നാളെ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ടിനി ടോം ഇങ്ങനെ ഇത് ടിനി ടോമിനെതിരെ തെളിവില്ല എന്നും പറഞ്ഞ് ടിനി ടോമിനെ വെറുതെ വിട്ടാൽ അന്ന് ഈ അൻസിബ 4 പോലെന്ന് ചോദിച്ചു. ഇയാൾ ഒറ്റ ഷൗട്ട് ചെയ്തു, നിങ്ങൾ 4 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് തോറ്റു പോകുന്നു, നിങ്ങൾ എന്ത് ന്യായം വെച്ചാൽ ഐ ഹാവ് ദ പ്രൂഫ്, നിങ്ങൾക്ക് എന്ത് ലോ അറിയാം, അങ്ങനെ ഇങ്ങനെ കുറെ നേരം ഉണ്ടായിരുന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു കോർട്ടിലെ കേസ് എന്നുള്ള നിലയിൽ 1% ചാൻസ് ഉണ്ടാക്കി തരാൻ പറ്റുമോ ജി നോക്കാൻ? അതുണ്ട്. ഞാൻ പറഞ്ഞു ആ 1% സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിച്ചു. ടിനി എന്നോട് ഒത്തുതീർപ്പാക്കണം എന്ന് കരഞ്ഞ് ടിനിയുടെ ഭാര്യ വിളിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിക്കുന്നത്. ടിനി കോൺകോളിലാണ്. ടിനിയുടെ വക്കീലിനെ വിളിച്ചിട്ട് നമ്മുടെ അൻസിബയുടെ വക്കീലിനോട് ഞാൻ സംസാരിച്ചു, ഇവർ ഒത്തുതീർപ്പാക്കാൻ റെഡിയാണ് പറഞ്ഞപ്പോ ടിനിയുടെ വക്കീൽ പറഞ്ഞു, അൻസിബ ഈ മേലാൽ എവിടെയും ടിനി ടോമിനെ പറ്റി ഞാൻ അനാവശ്യം പറയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന്. നടക്കുന്ന കാര്യമാണേ. അൻസിബ ടിനി മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, ടിനി മാപ്പ് പറയില്ല, പറഞ്ഞ അവൻ ചെയ്തു എന്നായി പോകും. ഇത് അറിയാണ്ട് എനിക്ക്, കാരണം ടിനി പബ്ലിക്കായിട്ട് മാപ്പ് പറയണമെന്ന് എന്നോട് അൻസിബ പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, അൻസിബ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞ എന്നോട് ചെയ്തു എന്നൊരു അർത്ഥം. അങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ പിന്നെ അൻസിബയ്ക്ക് കേസില്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ നോക്കി എന്നും പറഞ്ഞ് ആർക്കും വേണേൽ കേസെടുക്കാൻ പറ്റും ഇതിനെതിരെ, സ്വമേധയാ കേസെടുക്കാം. അപ്പൊ അതുകൊണ്ട് അവരത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞ ഈ കഥ ടിനിക്കറിയാം. ഈ കഥ അറിയാവുന്ന ടിനി ടോം ഇത്രയും ഒത്തുതീർപ്പാക്കണം എന്ന് ടിനി ടോമിന്റെ വക്കീൽ പറയാം, അൻസിബ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം. ഇത് ഞാൻ അൻസിബയോട് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ചെയ്യണ്ട എന്ന് അൻസിബ പറഞ്ഞു, അങ്ങനെ കാര്യം ചെയ്യുക ചേട്ടാ, മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ അമ്മയുടെ സാന്നിധ്യത്തിൽ, അതുപോലെ എനിക്ക് വിശ്വാസമുള്ളതല്ല, സാന്നിധ്യത്തിൽ അമ്മയുടെ ഓഫീസിൽ വെച്ച് നമുക്ക് ഇത് ചെയ്തു തീർക്കാം, ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞു. അൻസിബ പറഞ്ഞു ഒത്തുതീർപ്പാക്കാം. ഞാൻ നോക്കുമ്പോ മോഹൻലാൽ ജർമ്മനിയിൽ ചെന്നൈയിലുമാണ്. 2 ദിവസമാകാം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മിനിഞ്ഞാന്ന് വീണ്ടും ടൈമായി. കോടതി വിളിക്കുമല്ലോ ദിവസങ്ങളിൽ, ഫയൽ ചെയ്തിട്ടേക്കുമല്ലേ. അൻസിബ ഇന്നലെ കൊണ്ടുപോയി അതും കൂടെ കേസാക്കി. ടിനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെന്താ നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി? ഞാൻ പിരിച്ചിട്ട് അന്ന് ഞാനത് എങ്ങനെയെങ്കിലും തീർക്കാൻ പോകുമ്പോ നിങ്ങളുടെ വക്കീലാണോ പറഞ്ഞ അൻസിബ എഴുതി ഒപ്പിട്ടതല്ലോന്ന്. എവിടെയും കൊണ്ടൊരു പേപ്പറിൽ ഞങ്ങൾക്ക് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയില്ല എന്ന് ഒപ്പിടുന്നതിന് പകരം ഈ വക്കീലന്മാർക്ക് സെലിബ്രിറ്റി കേസ് കിട്ടിയത് അവര് വിടില്ല, ആഘോഷിക്കും. ഇത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മാന്യത കൊണ്ടും സന്തോഷം കൊണ്ടും നിങ്ങൾ ടിനിയെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ്. നിങ്ങള് ഏതോ പറഞ്ഞിട്ടില്ലേ? ഇല്ല. അപ്പൊ ഇത് നീനാക്കുറിപ്പ് ഇറക്കിയ ഒരു നീനാക്കുറിപ്പ് ഇറക്കിയതാ. ഒരു കാരണവശാലും ഞാൻ ടിനി ടോമിനെ എതിരായിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ടിനി ടോം എന്റെ വിഷയമേ അല്ല. അപ്പൊ എനിക്ക് അല്ല. അപ്പോ ഞാൻ പറയാം, ഞാനിത് ഒരു വശത്ത് ഞാനൊരു വശത്തുനിന്ന് ഷമീഖിനെ വിളിച്ചു. ലക്ഷ്മിപ്രിയ ഇന്നലെ എന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞ പെണ്ണിന്റെ കൂട്ടത്തിൽ ദുബായി പോയ കഥയും മറ്റേതും മറച്ചു കേട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോയി എന്നും പറഞ്ഞ് ലക്ഷ്മിപ്രിയ നിൽക്കുന്നു. അൻസിബ സംസാരിക്കണം. ഞാൻ ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നീക്കി പിടിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം വെച്ച് എന്റെ ഒരു അനുഭവം വെച്ചിട്ട് നിങ്ങളുടെ നിരപരാധിത്വം എന്ന് പറയുന്നത് നമ്മുടെ കമ്മിറ്റിയിലിരുന്ന് ഞങ്ങൾക്കൊരു കണക്കിലൊരു തെറ്റും കിട്ടാതിരുന്നിട്ട് അതിലൊരു തെറ്റുമില്ല എന്ന് ഞങ്ങൾ പറയുന്നിടത്താണ് നിങ്ങൾ പൂർണ്ണമായും നിരപരാധികളാവുന്നത്. നിങ്ങൾ തിരിച്ചു കയറി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ഇവിടുത്തെ ആളുകൾ. ഇനി നിങ്ങൾ പറഞ്ഞ അഡ്വോക്ക് കമ്മിറ്റിക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ കമ്മിറ്റി ഈ കമ്മിറ്റിക്ക് എന്താ 2 നിയമം എന്നുള്ള ചോദ്യം വാലിഡാണ്. നിങ്ങളൊരു കോർട്ട് വഴി പോയാൽ അത് വാലിഡാണ്, 100% വാലിഡാണ്.
എനിക്ക് ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾ കോർട്ട് വഴി പോയില്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിഷു എന്റെ ഇതെന്താ അറിയോ, ഞാനൊരു കാര്യം പറയട്ടെ പിഷു, നമ്മള് എനിക്ക് ഞാനിപ്പോ റോണിയുടെ കാര്യം പറഞ്ഞു. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഈ അമ്മ അസോസിയേഷൻ എന്ന് പറഞ്ഞാല് കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ വികാരം, മനസ്സിലായോ? എനിക്കിതൊരു വികാരമാണ്. ഐ ആം വെരി പ്രൗഡ് ബിക്കോസ് സിൻറ്റ പോലെ ഒരു അസോസിയേഷന്റെ ഭാഗമാണ് ഞാൻ. എനിക്കറിയാം അവർ ഒരു കുന്തും ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് പക്ഷെ ഓരോ ദിവസം ഈ പെൺകുട്ടി അമ്മ അസോസിയേഷന്റെ ഒരു മെമ്പറായ എന്നെ അപ്പൊ ഞാൻ അമ്മ പുറത്തായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, അപ്പൊ ശ്വേതയ്ക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു ഫ്രീഡം തന്നാൽ ഞാൻ ഇപ്പൊ ഇറങ്ങാം ഒരു രംഗത്ത്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാ മിണ്ടായിരിക്കുന്നത്? ഈ എല്ലാ ദിവസം ഇതേ അല്ല, അത് പിഷു ഞാൻ ഇപ്പോഴും പറഞ്ഞത്, ഞാൻ ഇപ്പൊ ലാലേട്ടൻ റിസൈൻ ചെയ്തു എന്ന് എഴുതി തന്നിട്ടുണ്ട്, മനസ്സിലായോ? വെൻ ഹി ലെഫ്റ്റ് ആസ് ഫ്രം പ്രസിഡന്റ്ഷിപ്പ് എന്ന്. അപ്പൊ ഞാൻ ഇതുവരെയ്ക്കും തന്നിട്ടില്ല. എവിടെ തന്നു? ആർക്ക് കൊടുത്തു? ഞാൻ ഇതുവരെയ്ക്കും അല്ലാതെ എന്റെ കമ്മിറ്റീന്റെ ഒരു മെമ്പറും, എന്റെ കമ്മിറ്റി മെമ്പർ ആണെങ്കിലും ആരാണെങ്കിലും അപ്പൊ ആരും സൈൻ ചെയ്തിട്ടില്ല, ഒരാളും സൈൻ ചെയ്തിട്ടില്ല. ഈ സൈൻ ചെയ്യുന്ന ആൾക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒരു കാരണവശാലും എനിക്ക് വിശ്വാസം ഇല്ലാത്തതിന്റെ ഒരു ഇത് ദാറ്റ് ഇത് നമ്മൾ സൈൻ ചെയ്ത് എല്ലാം തന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ പറയും നിങ്ങളല്ലേ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്മിറ്റി അല്ലേ തെറ്റ് ചെയ്ത്. അതിന് ഞാൻ ഒരു കാരണവശാലും ഐ വിൽ നോട്ട് ടേക്ക് ദാറ്റ് റിസ്ക്. അത് എന്റെ ജീവിതത്തിൽ എന്റെ പേഴ്സണാലിറ്റി. ഞാനൊന്നും പറയുന്നില്ലേ. ഞാൻ ഇതിനകത്ത് വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാണ് ഈ BJPന്റെ ഒരു ഇത്? സത്യം പറഞ്ഞ ആദ്യമായിട്ട് നിങ്ങൾ എന്നോട് ആ ദിവസം നമ്മളുടെ തിരുവല്ല പ്രോഗ്രാമിൽ പറഞ്ഞപ്പോ ഓർമ്മയില്ലേ നിങ്ങൾ പറഞ്ഞത്? അന്ന് ഞാൻ പറഞ്ഞതാണ് പിഷു, ഞാൻ BJP ഒന്നും അല്ല. ഇത് എവിടുന്നാണ് ഈ BJP വന്ന്? ഇപ്പൊ ഞാൻ പറയാ കോൺഗ്രസിലെങ്കിൽ എന്നെ മിനിസ്റ്റർ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ബാബുരാജിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവര് BJPക്ക് ആളെ കൊടുക്കുന്നു എന്ന് പറഞ്ഞത്? ഇപ്പൊ ബാബുരാജ് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു എന്റെ വീഡിയോ അയച്ചുതരാം. അങ്ങനെ ആരോപണമുണ്ടല്ലോ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ 1 കോടി എടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടി എന്ന് നിങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടെന്ന് പുള്ളി പറയുന്നത്. ആരോപണം പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം പറയണമെങ്കിൽ പൊതുവേദിയിൽ അങ്ങനെ പറയണമെങ്കിൽ അത് പ്രൂഫ് ഇല്ലാതെ ഞാൻ അതാ പറഞ്ഞ ഐ വിൽ സീ യു ഇൻ ദ കോർട്ട്. ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ജനറൽ ബോഡി ആരോപണം പറയാൻ പ്രൂഫ് വേണ്ട. നമ്മുടെ ലോയിൽ ആരോപണം പറയാൻ പ്രൂഫ് വേണ്ട. നോ പക്ഷെ ആള് എന്നെ പേഴ്സണലി പറയണതും പൊതുവേദിയിലും പറയണതും പൊതുവേദിയിൽ പറയാനും പ്രൂഫ് വേണ്ട. അതെ ഓക്കെ ഫൈൻ.